സോ ഗൈസ്, ബസൂക്ക നാളെ രാവിലെ എമ്പുരാൻ, ഇന്ന് രാത്രി ബസൂക്ക. രാത്രിക്ക് രാത്രി ബസൂക്ക. ഇതൊരു കട്ട മമ്മൂട്ടി ഫാൻ്റെ ഒപ്പം. ഞാനും ട്രെയിലർ കണ്ടിട്ടില്ല, ഇയാളും ട്രെയിലർ കണ്ടിട്ടില്ല. സോ ഞങ്ങൾ വാച്ചിങ് ഫോർ ദ ഫസ്റ്റ് ടൈമാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള അല്ലേ ഒരിതും മിക്കവാറും നിങ്ങൾ കാണും. പ്രത്യേകിച്ച് ഇയാളൊരു കടുത്ത മമ്മൂക്ക ഫാനാണ്. ഈ ഇരിക്കുന്നത് കടുത്ത മോഹൻലാൽ ഫാനാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. മമ്മൂക്കാൻ്റെ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ബസൂക്കയും നാളെ രാവിലെ മമ്മൂക്കാൻ്റെ എമ്പുരാനും റിലീസാവും. നാളെ മമ്മൂക്ക ഉണ്ടല്ലോ എമ്പുരാനില്. എന്താ ഇയാളെ ഞാൻ പറയാ, നാട്ടുകാർ മൂക്ക് പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഫിലിം ആരോടാ കെട്ടി തൂക്കിയേ? വില്ലൻ. ഭയങ്കര സൗണ്ടൊക്കെ സൗണ്ടാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടം. ഡയലോഗ് ഒന്ന് സൗണ്ട് ഒന്ന് ശബ്ദം കൊണ്ട് സ്റ്റൈലല്ലേ. പ്രശ്നക്കാരനാണോ ചോദിച്ചാൽ ലാർജർ ദാൻ റിയൽ ലൈഫ് സാധനമല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല ഇൻട്രോ ഉണ്ട്. മലയാളത്തിന്റെ ജെയിംസ് ബോണ്ട്. ആ അടിപൊളിയല്ലേ ഈ ഡയലോഗ്. ഞാൻ എമ്പുരാനില് കേട്ടല്ലേ, ലൂസിഫറില് നന്മയും തിന്മയും തമ്മിലുള്ള കളി. കുറയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ലല്ലോ. കുറയ്ക്കുന്ന പട്ടിയപ്പോഴൊന്നും ഞോണ്ടി വന്നു ചുറ്റും സർക്കിൾ രാത്രി മുടി കൊത്തി വെച്ചിരുന്നോ? BGM നല്ല രസല്ലേ, ബാക്ക്ഗ്രൗണ്ട്. ഈ സാധനം രസമുണ്ട്. പഴയ സാധനം, വിന്റേജ്. ഏപ്രിൽ 10 വെക്കും. ഏപ്രിൽ 10 കേരളക്കരയെ പൊക്കാൻ വേണ്ടി മമ്മൂക്ക ബസൂക്കയുമായി. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഇതിന്റെ ടീസറാണ് ഒന്നും കൂടി ഒന്നുകൂടെ സ്റ്റൈലായി തോന്നിയ ടീസർ തന്നെയാണ്. ഇതിൽ എനിക്ക് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചില്ല, ഒരു നോർമൽ പോലെയാണ് തോന്നിയത്. ടീസർ ഭയങ്കര സ്റ്റൈൽ ക്ലാസി സാധനമായിരുന്നു. ഇതിപ്പോ ഒരു ട്രെയിലറിൻ്റെതായിട്ടുള്ള സിനിമേൻ്റെതായിട്ടുള്ള ഒരു ഫ്ലെയർ തരേണ്ട എല്ലാ കാര്യങ്ങളും സിനിമേന്റെ ഫ്ലേവർ എന്താന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒരു ചെറിയ സാധനം സാധനമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ലുക്ക് മമ്മൂക്കാൻ്റെ എന്ത് ഇയാള് പറഞ്ഞു ശരിക്കും ഒരു മടുപ്പാണ് എല്ലാവർക്കും. നമുക്കൊരു വെള്ളം പോലെയാണ്, ഏത് പാത്രത്തിലിട്ടാലും ആ ഒരു ലുക്കേക്ക് ഇങ്ങോട്ട് വരും. ഒട്ടുക്കത്തെ ഗ്ലാമർ ചെങ്ങായി. എന്താണെങ്കിലും ഒരു എന്താ പറയാ, ത്രിൽ മൂഡിലുള്ള ഒരു സാധനം അല്ലേ, ത്രിൽ മൂഡിലുള്ള ഒരു ഐറ്റം. ഇതില് ഗൗതം വാസുദേവന്റെ ക്യാരക്ടറും മമ്മൂക്കാന്റെ ക്യാരക്ടറും തമ്മിലുള്ള ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസിംഗാന്ന് വിചാരിച്ചത്. കോപ്പ് ചേസ് ചെയ്ത് പിടിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, ഇവർ തമ്മിൽ എന്തോ സ്കീം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് സീ അല്ലേ. ഏപ്രിൽ 10 കാലത്ത് എനിക്കൊരു ഡീസന്റ് ഓക്കെ ട്രെയിലർ മാത്രമാണ് ബസൂക്കാൻ എനിക്ക് ഫീൽ ആയത്. ട്രെയിലറിൽ വലിയ ഗംഭീര സംഭവങ്ങളൊന്നും കാണിച്ചില്ല. നേരത്തെ നമ്മൾ ഫിലിമിന്റെ ഒരു ചെറിയൊരു നൈസായിട്ട് ടച്ച് ചെയ്ത ഒരു സാധനം. ഐ എക്സ്പെക്ടഡ് ലോട്ട് മോർ ബെറ്റർ അല്ലേ. ഞാൻ കുറച്ചും കൂടി കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് സിനിമ ഇറങ്ങുമ്പോഴാണ്.
മമ്മൂക്ക ഫാൻഡാ എന്ത് ചെയ്യാനാ. നാളെ ഞങ്ങളെ ചെക്കൻ്റെ പടം വരുന്നുണ്ടല്ലേ. ഞങ്ങളുണ്ട്. ഞങ്ങളെ ചെക്കൻ്റെ പടം നിങ്ങൾ എവിടെ ഉണ്ട് ഇയാള് മോഹൻലാൽ ഫാനാണ് ഇറങ്ങിയിട്ട് മതി. വെറുതെ പറയുന്ന മോഹൻലാൽ ഫാനാണ്. ഇല്ല, നല്ല മോഹൻലാലിനോട് ഇപ്പൊ ക്ലാസ് ഏട്ടൻ ഫാനാണ്. അല്ല, മോഹൻലാലിനോട് ഞങ്ങൾക്കുള്ള ഇഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇക്കാക്ക് വയ്യാതായപ്പോ ഞങ്ങക്ക് പ്രാർത്ഥിച്ചൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ലാലേട്ടൻ. അതെല്ലാരും അതിനോടുള്ള ആ ഒരു തന്നിട്ടുണ്ടല്ലോ. സ്നേഹം വിശ്വാസികളായ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓൾവൈസ് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കൊക്കെ വേണ്ടിട്ട്. പക്ഷെ ലാലേട്ടൻ ശബരിമലയെ പോയിട്ട് പറഞ്ഞപ്പോ നമുക്കതൊരു ലാലേട്ടനോട് ഒരു റെസ്പെക്ട് ഉണ്ട്. നാളെ തിയേറ്ററിൽ 6 മണിക്ക് പൃഥ്വിരാജ് ബ്രില്യൻസ് കാണാം. വാ. പൃഥ്വിരാജ് അല്ല, പൃഥ്വിരാജിന്റെ നല്ലൊരു ഇപ്പൊ വണ്ടി ഇറക്കിവിടും. നല്ലൊരു രാജോട്ടൻ ഫാൻസ് സഹിക്കില്ല. സയ്യിദ് മസൂദിന്റെ വെളയട്ടമായിരിക്കും നാളെ. ഓക്കെ കഴിച്ചു. നാളെ വൈറ്റ് ഡ്രസ് ഇട്ട് നമുക്ക് വരവുണ്ടായില്. നാളെ മമ്മൂക്കല്ലെങ്കിൽ വാരി എട്ടിക്കുന്ന ഇയാളങ്ങൾ എല്ലാരും കൂടി. മമ്മൂട്ടി ഉണ്ടെങ്കിൽ എമ്പുരാൻ ഹിറ്റായത് മമ്മൂട്ടി വക. ഇയാൾ നേരത്തെ വണ്ടിയിൽ പറഞ്ഞെന്നറിയോ, നേരത്തെ വണ്ടിയിൽ ഇരുന്നിട്ട് സ്നേഹനോട് പറയാ, എടി ഈ ലാലേട്ടൻ ഫാനല്ലേ, എങ്ങനെങ്കിലും ആ 100 കോടി അടിക്കുന്ന സിനിമയിൽ ഞങ്ങളെ കൂടി കേട്ടിട്ട് 100 കോടി തരണം. അത് ആ പടം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് രണ്ടാക്കും 100 കോടി തന്നത് ഞങ്ങളാണ്. അല്ല, പൃഥ്വിരാജ് അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് ആലോചിച്ചപ്പോ ഇത് 100 കോടി അടിക്കണമെങ്കിൽ ഇതിൽ നമ്മളെ മെയിൻ ആള് വേണം. എന്നാ മമ്മൂക്കാനൊന്നും കഴിഞ്ഞ 100 കോടി അടിച്ചതോ അത് കണക്ക് തെറ്റാണെന്ന് ലൂസിഫറിന്റെ കൊണ്ടുവന്നു. ലൂസിഫറിന്റെ കണക്ക് സുരേഷ് ചേട്ടൻ എല്ലാ സത്യം പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ വേണ്ട അധികം പറഞ്ഞറിയോ, മറ്റേ പറയും സുരേഷ് അമ്മായി അച്ഛാണ്. മേനക സുരേഷ് അണ്ണൻ ഏതാ സുരേഷ് ചേട്ടൻ പറയണൊക്കെ ഞങ്ങൾ വിശ്വസിക്കും. അതെ, വിശ്വസിക്കും. ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല. പോക്കിരിരാജൊക്കെ ആയി പറഞ്ഞ കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനാ പൃഥ്വിരാജിനെ അഭിനയിക്കാൻ വെച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ അഭിനയിച്ചിട്ട് എത്താനിട്ടല്ലേ. പൃഥ്വിരാജിനൊക്കെ കുറ്റം പറഞ്ഞത് ആരാ പറഞ്ഞത്? ഇയാളെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പൃഥ്വിരാജിനേക്കാളും മാറ്റം. നാളെ തിയേറ്ററിൽ കാണാം. നാളെ പടം കത്തിയിട്ട് ഇയാളെ 2 തോണ്ടലുണ്ട്. നാളെ പടം കത്തട്ടെ. മലയാള സിനിമ മൊത്തം ഒരു സംഭവത്തിലെത്തട്ടെ. അതെത്തും. നിങ്ങൾ ചുളുവിലതിനിടയിൽ 100 കോടി അടിക്കാൻ നോക്കണ്ട. ഞങ്ങളുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു രസമുള്ളൂ. ഓക്കെ ഗൈസ്, അല്ലേ? നിങ്ങൾ ഗിവ് അവേ തീർക്കി. ലാലേട്ടന് ഫുൾ എനർജി കിട്ടണമെങ്കിൽ മമ്മൂക്ക കൂടെ വേണം.